ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൈക്കോയിനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പൈക്കോയിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വന്ന് മെസ്സേജ് ചോദിക്കാറുണ്ട്, നമുക്ക് പൈക്കോയിൻ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതുപോലെ തന്നെ പൈക്കോയിൻ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ കാണുന്ന പോലെ 3000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് കിട്ടുമോ വെച്ച് പല ആൾക്കാർ നമുക്ക് ഡെയിലി മെസ്സേജ് അയക്കാറുണ്ട്. അവരോട് ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ നമ്മൾ ഇട്ട വീഡിയോസൊക്കെ ഫസ്റ്റ് ഒന്ന് ഫുള്ള് കാണാൻ വേണ്ടി നോക്കുക, അതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നമുക്കൊരു 6000 ഒരു കോയിൻ സെല്ല് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങളിപ്പം ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ, ഒരു $30 മുകളിലാണ് പൈയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു പ്രൈസിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഇപ്പം നിങ്ങളോട് ആദ്യം പറയാനുള്ളത്, ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് റിയൽ അല്ല. പൈക്കോയിൻ ഇവിടെ ലിസ്റ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം. അന്നേരം നിങ്ങൾ പൈക്കോയിൻ ലിസ്റ്റ് ആയിട്ടില്ല, നിങ്ങൾ എന്തിനാണ് കോയിൻ ബൈ ചെയ്യുന്നതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിൽ ഉത്തരം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പൈക്കോയിൻ വാങ്ങുന്നത് വെച്ചാൽ എനിക്ക് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് $30 സെല്ല് ചെയ്യാനോ അല്ല. അപ്പം നമ്മൾക്കിപ്പോൾ മലയാളീസ് ആയാലും അതുപോലെ തന്നെ വിയറ്റ്നാം, അതുപോലെ തന്നെ ചൈന, അതുപോലുള്ള കൺട്രീസിലെ ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യാൻ വാങ്ങുന്ന കോയിനാണ്. ഇപ്പം ഹോൾഡ് ചെയ്യാൻ കോയിൻ നമ്മളിടുന്ന് ബൈ ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിടുന്ന് കളക്ട് ചെയ്തിട്ട് അവർക്ക് സെല്ല് ചെയ്യുന്നത്. അത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫ്യൂച്ചറിൽ അത്ര $30 സെല്ല് ചെയ്യാനല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഗൂഗിളിൽ കാണുന്ന റേറ്റിനോടെ സെല്ല് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, റേറ്റ് ഇപ്പം 20 to 30 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് കിടന്ന് കളിക്കുന്നത്. അപ്പം ഈ ഒരു വർഷത്തിൽ ഇപ്പം മാക്സിമം പോയ റേറ്റ് എന്ന് പറയുന്നത് 30 റുപ്പീസാണ്. ഇപ്പോൾ കുറഞ്ഞു വന്നത് വെച്ചാൽ 18 രൂപ. INR കണക്കാണ് പറയുന്നത്. ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പം പൈൻ്റെ ഒരു കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പൈക്കോയിൻ നിങ്ങൾ ഒരു വട്ടം സെല്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 25 സെല്ല് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ സമയത്തുള്ള റേറ്റാണ് നിങ്ങൾ വീണ്ടും വരുമ്പം സെല്ല് ചെയ്യാൻ വേണ്ടി വരുമ്പം ഉണ്ടാവണമെന്നില്ല. റേറ്റ് മാറിക്കൊണ്ടിരിക്കും, ഡിമാൻഡ് അനുസരിച്ച് ആൾക്കാർ വാങ്ങുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കോയിൻ അൺലോക്കായി വരുന്നതിനനുസരിച്ച് റേറ്റ് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, പൈക്കോയിൻ എപ്പോഴാണ് ലിസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പൈക്കോയിൻ്റെ മെയിൻ നെറ്റ് എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, പൈക്കോയിൻ എവിടെയും ലിസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പൈക്കോയിൻ്റെ വൈറ്റ് പേപ്പറിനകത്തടക്കം പൈക്കോയിൻ ലിസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ മെയിൻ നെറ്റ് ലോഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെയിൻ നെറ്റ് അടുത്ത് തന്നെ വരും, ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം അവർ ഒഫീഷ്യലി പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെയും ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടൊന്നും നിൽക്കുന്നില്ല. ആകെയുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആപ്പിനകത്ത് ഇൻ്റർഫേസും കാര്യങ്ങളും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ മൈനിങ് ആപ്പിനകത്തല്ല, നമ്മുടെ പൈ വാലറ്റിനകത്ത്, പൈ ബ്രൗസറിനകത്ത് വാലറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ URLും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുമാത്രമാണ് ആകെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ കോയിൻ ഓട്ടോമാറ്റിക്കായി ലോക്കായി പോകുന്ന ഒരു പ്രശ്നങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങളിപ്പം 2 വീക്കിലേക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പകുതിയിൽ കുറവ് കോയിൻ മാത്രമാണ് ലോക്ക് ആവുകയും ബാക്കിയുള്ള കോയിൻ 3 ഇയറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകുന്നൊരു എല്ലാവരും ഇപ്പോൾ മെസ്സേജ് പറയുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് പൈ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബഗ്ഗോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നില്ല, അവർ ചെയ്തിട്ടുള്ളതായിരിക്കണം. കോയിൻ ഇപ്പോൾ കുറേ ആൾക്കാർ സെല്ല് ചെയ്യുന്നതുകൊണ്ട് അവർ ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയത്തില്ല കോയിൻ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ കോയിൻ സെല്ല് ചെയ്ത അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വിചാരിച്ച് സെല്ല് ചെയ്യാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, കോയിൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റുമോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ 20 to 30 നിങ്ങൾക്കൊരു പ്രൈസിന് നിങ്ങൾക്ക് കോയിൻ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ $30 അല്ലെങ്കിൽ $20 പ്രതീക്ഷിച്ച് നിങ്ങൾ സെല്ല് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും ആ റേറ്റിലൊന്നും കോയിൻ എത്തില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് ആലോചിച്ച് നോക്കിയാൽ മതി, ആ ഒരു റേഞ്ചിലേക്ക് കോയിൻ വരാൻ പറ്റുമോ എന്ന്. നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തെടുക്കുന്ന കോയിനാണ്. ഒരിക്കലും ഈ റേഞ്ചിലേക്കൊന്നും കോയിൻ എന്തായാലും എത്തത്തില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്, പൈക്കോയിൻ സ്കാം ആണോ എന്ന് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, സ്കാം ആണെന്ന് പറയണോ അല്ലെങ്കിൽ സ്കാം അല്ല എന്ന് പറയാനോ നമ്മൾ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ചർച്ച ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കോയിൻ ഇപ്പം ലിസ്റ്റൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇപ്പം ജെന്യൂൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കും. ലിസ്റ്റ് ആവാതെ പോയിട്ടുണ്ടെങ്കിൽ സ്കാം ആയിരിക്കാനാണ് ചാൻസ്. നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നഷ്ടമാവും. KYC ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഡാറ്റയും കാര്യങ്ങളും, നമ്മുടെ ആധാർ, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവർ അടിച്ചുകൊണ്ട് പോകും. അത്ര മാത്രമാണ്. സ്കാമാണ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എല്ലാവരും KYC കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കോയിൻ സെല്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി കോയിൻ സെല്ല് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.